ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് റോബർട്ട് രാജ്. ഞാൻ 24 വർഷമായി കർത്താവിൻ്റെ വിലയേറിയ ശുശ്രൂഷയിൽ വ്യാപൃതമാകുന്നു. വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലും അതോടൊപ്പം പാലിയേറ്റീവ് കെയറിലും, ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ കർത്താവിന് വേണ്ടി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ എനിക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുടുംബാന്തരീക്ഷം എന്നത് പപ്പ ഒരു കർഷകനാണ്, അമ്മ അവരുടെ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന കണ്ടാണ് ഞാൻ വളരുന്നത്. അതോടൊപ്പം സഭയിൽ എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചത് എൻ്റെ ഒരു അധ്യാപികയുണ്ട്, രത്നാഭായി ടീച്ചർ എന്നൊരു അധ്യാപിക. അവർ 1995 എൻ്റെ ജ്യേഷ്ഠൻ ഒരു അപകടത്തിൽ മരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കണമോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്രൈസിസുകൾ നേരിടുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ടായിരുന്നു. 1995 ഡിസംബർ 31 എല്ലാവരും രാത്രി ഇങ്ങനെ ഒരു വർഷക്കാലം ദൈവം നടത്തിയ നന്മകളെ ഓർത്തുകൊണ്ട് സഭയിൽ പോയി സാക്ഷി പറയാറുണ്ട്. എൻ്റെ മാതൃസഭ ആലിക്കോട് CSI ആണ്. അങ്ങനെ എല്ലാവരും സാക്ഷി പറയുമ്പോൾ ഞാൻ എന്തിന് സാക്ഷി പറയണം? കാരണം ഒരുപാട് സങ്കടഭയങ്ങളിലൂടെ ദൈവം എന്നെ തള്ളിവിട്ടു. എൻ്റെ ജ്യേഷ്ഠൻ ആക്സിഡൻറ്റിൽ മരിച്ചു, പിന്നെ ഞാൻ എന്തിന് സാക്ഷി പറയണം? അപ്പോൾ എൻ്റെ ഈ അധ്യാപിക എന്നെ പ്രേരിപ്പിച്ച് മുന്നോട്ടയച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു ദിവസമായിരുന്നു എൻ്റെ ടേണിംഗ് പോയിൻറ്റ്. ഞാൻ അൾത്താരയുടെ അരികിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞു, കുറേയധികം കരഞ്ഞു. ഒന്നും പറയാനായിട്ടൊന്നും പറ്റിയില്ല. തിരികെ വന്ന് ഞാനിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു ദിവസം അതായിരുന്നു. തുടർന്ന് ഒരു ഇടക്കാലം വീണ്ടും സഭയുടെ കാര്യാദികളിലൊക്കെ പ്രാധാന്യത കൊടുത്ത് ഞാൻ മുന്നോട്ട് പോയി. കുറേ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനായുള്ള ചുമതല നിർവഹിക്കാനുള്ള ഒരു ദൈവവിളിയുണ്ടായി. അതിന് പ്രകാരം ഒരു സഭയിൽ 2 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. അതിനെ തുടർന്ന് വളരെ പുരാതനമായ 1828 രൂപീകരിക്കപ്പെട്ട ഒരു സഭ, അരുവിയോട് CSI, ആ സഭയിൽ 4 വർഷക്കാലം അവിടെ ശുശ്രൂഷ ചെയ്തു. ഇതോടൊപ്പം ഞാൻ ഒരു കമ്പ്യൂട്ടർ അധ്യാപകനായിട്ടുള്ള സേവനം കൂടെ അനുഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു 6 വർഷത്തോളം സഭാ ശുശ്രൂഷകനും അതോടൊപ്പം കൂടുതൽ സമയവും കമ്പ്യൂട്ടർ അധ്യാപകൻ എന്നുള്ളൊരു സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് എൻ്റെ വിവാഹം നടക്കുന്നു. വിവാഹത്തോടനുബന്ധിച്ച് മൂത്ത കുഞ്ഞിനെ പ്രസവത്തിന് വേണ്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ 7 മാസമാണ്. മെഡിക്കൽ കോളേജിൽ 4 പ്രാവശ്യം ഡോക്ടർ വിധി എഴുതി അമ്മയും കുഞ്ഞും മരിച്ചുപോയി. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു ദൈവത്തിൻ്റെ വിളി എന്താണെന്ന്. ഞാനൊരു പാർട്ട് ടൈം ആയിട്ടല്ല യേശുവിനെ പ്രഘോഷിക്കേണ്ടത്. മുഴുവൻ സമയം യേശുവിനെ സാക്ഷീകരിക്കണമെന്നുള്ളൊരു ബോധ്യം അന്ന് എനിക്കുണ്ടാകുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഭ്രാന്തനെ പോലെ ഞാനിങ്ങനെ വിളിച്ചിട്ട് ദൈവത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അമ്മയും കുഞ്ഞിനെയും നീ എനിക്ക് തിരിച്ചു തരുന്നു എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പൂർണ്ണ സമയം സുവിശേഷ പ്രവർത്തനം ചെയ്യാം. അങ്ങനെ അമ്മയും കുഞ്ഞിനെയും ഒരുപാട് ക്രൈസിസൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും തിരിച്ചു തന്നു, ദൈവം തിരിച്ചു തന്നു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് പ്രകാരം എനിക്ക് ഈ 2003 ഏറെക്കുറെ 35,000 രൂപയോളം വരുമാനമുണ്ട്. എന്നാൽ ആ വരുമാനമൊക്കെ ഞാൻ അന്ന് മാറ്റി ഈ കമ്പേഷനിലുള്ള കമ്പ്യൂട്ടർ പഠനം, അതോടൊപ്പം സ്കൂളുകളിലുള്ള കമ്പ്യൂട്ടർ പഠനം, സ്ഥാപനം, ഇതൊക്കെ വിറ്റിട്ട് 1 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞും ഞാനും എൻ്റെ വൈഫുമായിട്ട്
ആന്ധ്രാപ്രദേശ് കമലാപുരം മിഷൻ ഫീൽഡിൽ പോയി. വെറും 1500 രൂപയാണ് ഒരു മാസം ശമ്പളം ലഭിക്കുന്നത്. എന്നാൽ വളരെ പ്രതിസന്ധികളുണ്ടായിരുന്നു എങ്കിലും 4 വർഷം വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കുവാനായി സാധിച്ചു. അവിടെ 4 മണി വരെ സ്കൂളിൽ പഠിപ്പിക്കും. അതിനുശേഷം ഒരു 15ഓളം കിലോമീറ്റർ അകലെയുള്ള വില്ലേജുകളിലോട്ട് പോകും. അവിടെ ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ വിവാഹം പോലും 13 വയസ്സ് കഴിയുമ്പോൾ വിവാഹിതരാകുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള വളരെ ക്രൈസിസ് നേരിടുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഈ ഒരു വലിയ സന്തോഷമാണ്. കാരണം എനിക്ക് യേശുവിൻ്റെ സുവിശേഷം ഇത്തരത്തിൽ അറിയിക്കുവാനായിട്ട് എന്നെ നിയോഗിച്ചു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ 4 വർഷം അവിടുത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഇവിടെ ഒരു 6 വർഷം വീണ്ടും ഒരു സഭയുടെ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം സെമിനാരി പഠനത്തിലേക്ക് പോവുകയും തുടർന്ന് എന്നെ ഏൽപ്പിച്ച വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, സത്യത്തിൽ അഭിമാനമുണ്ട്. കാരണം സെമിനാരി പഠനം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ 2 വർഷം ഞാൻ അവിടെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സഭയുടെ ഉത്തരവാദിത്വത്തോടൊപ്പം അവിടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതോടൊപ്പം പാലിയേറ്റീവ് കെയർ, ഏറെക്കുറെ ഒരു 200ഓളം വരുന്ന കിടരോഗികൾ, അപകടത്തിൽപ്പെട്ടവർ, ക്യാൻസർ രോഗികൾ, ഡയാലിസിസുകൾ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള രോഗികളുടെ ഇടയിൽ ഞാനൊരു വൈദികനായതുകൊണ്ട് തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സുമാർ വാഹനത്തിൽ പോവുകയും ഓരോ ദിവസവും അവരുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവർക്ക് ചികിത്സ കൊടുക്കുവാനും അവർക്ക് പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചു. തുടർന്ന് ഞാൻ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളെന്ന് പറയുന്നത് ഈ വെന്റിലേറ്ററിലും ഐസിയുകളിലൊക്കെ കഴിയുന്ന രോഗികളുണ്ട്. ഒരുപക്ഷെ ഒത്തിരി നാളുകളായി ലഭിച്ചിരിക്കുന്ന ആഹാരം അവർക്ക് കഴിച്ചിറക്കാൻ കഴിയുന്നില്ല, കൺപോളകൾക്ക് നിദ്ര കൊടുക്കുവാൻ കഴിയുന്നില്ല, അസഹനീയമായ വേദന കൊണ്ടൊക്കെ ഇങ്ങനെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. സർജറികൾക്ക് വേണ്ടി ഇങ്ങനെ സമയം നിശ്ചയിച്ചു. അവർ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഞാനവിടെ പോയി അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു നിയോഗമനുസരിച്ച് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ രോഗികളായി കഴിയുന്നവരുടെ അരികിൽ പോയി അവർക്ക് വേണ്ടി അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും അവർക്ക് വേണ്ടി സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയുവാനും കഴിഞ്ഞു എന്നതിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം സർജറിയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ തിരികെ വരുമ്പോൾ പറയും, അച്ഛനന്ന് പ്രാർത്ഥിച്ചു വിട്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ സർജറി ചെയ്യുന്ന സമയത്ത് ഒക്കെ എനിക്ക് ആ ഒരു വല്ലാത്ത പ്രശ്നങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിച്ചു. തിരികെ വന്ന് സാക്ഷി പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഇതിനൊന്നിനും ഒരു അർഹനായൊരു വ്യക്തിയല്ല. വളരെ ഒരു കർഷകനായ പപ്പയുടെ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഞാൻ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതുകൊണ്ട് ഈ വൈദിക ശുശ്രൂഷയിലേക്കുള്ള വിളിയും നിയോഗവും തെരഞ്ഞെടുപ്പും എനിക്കുള്ളത് കൊണ്ട് കർത്താവ് എന്നെ ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് ഉന്നതരായ വ്യക്തികളോടുകൂടെ ഇരിക്കുവാനും അവരോടൊപ്പം പല വേദികൾ പങ്കിടുവാനും ദൈവം വലിയ ഭാഗ്യം നൽകി എന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും, ദൈവവചനത്തെ ഉയർത്തിയാൽ ദൈവം നമ്മെ ഉയർത്തും. ഇത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നു എന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്.
ഒരുപാട് പ്രതിസന്ധികൾ ഒരുപക്ഷെ ഇത്തരം സാഹചര്യത്തിൽ വരുവാൻ കഴിയാതിരിക്കുമ്പോഴും ഈ ക്രിസ്തു എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു 25,000 ദിവസങ്ങളൊക്കെയാണ് തമ്പുരാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ നൽകുന്ന ആയുസ്. അതുകൊണ്ട് എത്ര നിമിഷമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നൽകുന്നത്, അത്രയും സമയം എത്രത്തോളം മറ്റുള്ള വ്യക്തികളെ ഈ ക്രിസ്തുവിൻ്റെ വിളിയിലേക്ക്, ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക്, ക്രിസ്തുവിൻ്റെ നിയോഗത്തിലേക്ക് നയിക്കുവാൻ കഴിയും എന്ന ഒരു ബോധ്യത്തോടു കൂടെ എനിക്ക് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. അത് പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷയിലായാലും, ഓൾഡ് ഏജ് ഹോമിലുള്ള ശുശ്രൂഷകളിലായാലും, സഭകളിലുള്ള ശുശ്രൂഷകളിലായാലും ആ ഒരു കർത്തവ്യം എനിക്ക് നിർവഹിക്കുവാൻ കഴിയുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുന്നൊരു കർത്താവുണ്ട്. ഒരുപക്ഷെ ഈ വേദനകളിലും ഭാരങ്ങളുമൊക്കെ കഴിയുന്നവരുടെ അരികിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ അവർ പറയും, അച്ഛാ ഈ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം എനിക്ക് കൂടുതൽ ഒരു ക്രിസ്തു ബോധ്യത്തിലേക്ക് എന്നെ നയിക്കുവാനായിട്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെയാണ് ഒരു ജീവിതത്തിൽ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതും ദൈവത്തിന് എനിക്ക് നന്ദി രേഖപ്പെടുത്തുവാനും കഴിയുന്നത്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഇത് വൈദികർക്കും ഐമേനികൾക്കും, അതായത് വിശ്വാസ സമൂഹത്തിനും ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദികരെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഈ ഒരു ദൈവവിളിയിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഇത് ഓർമ്മപ്പെടുത്തി. ഞാൻ ഒരു പാർട്ട് ടൈം സഭയുടെ ശുശ്രൂഷയും ബഹുഭൂരിപക്ഷം സമയവും ഞാനൊരു കമ്പ്യൂട്ടർ അധ്യാപകനായി. അപ്പോൾ 35,000 രൂപ എനിക്ക് വരുമാനമുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാനിതെല്ലാം കളഞ്ഞിട്ട് വെറും 1,500 രൂപയ്ക്ക് ഒരു മാസം ശമ്പളവും പറ്റിക്കൊണ്ട് കൊടും ചൂടിൽ, നക്സലൈറ്റുകളുടെ ഇടയിൽ, ഒത്തിരി പ്രതിസന്ധികൾ നിറയുന്ന സ്ഥലങ്ങളിൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തുവാൻ ശക്തനാണ്. അബ്രഹാമിനെ വിളിച്ചൊരു ദൈവം, ഇസഹാക്കിനെ വിളിച്ചൊരു ദൈവം, മോശയെ വിളിച്ചൊരു ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയും നിയോഗവും എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ഇല്ലായെങ്കിൽ എനിക്ക് ഈ ശുശ്രൂഷ നിൽക്കുവാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, ഈ ദൈവവിളി ബോധ്യപ്പെട്ടുകൊണ്ട് എവിടെയാണോ ശുശ്രൂഷയിൽ എന്നെ ഏൽപ്പിക്കുന്നത്, അവിടെ എൻ്റെ വിശ്വാസികൾ, ഐമേനികൾ, അവർ എത്രത്തോളം ക്രിസ്തുവിലേക്ക് ആകൃഷ്ടരായി, അവരുടെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു തിന്മ നിറഞ്ഞൊരു ലോകത്തിലാണ്. ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് നാൾതോറും കർത്താവിനെ അനുഗമിക്കുവാൻ കരുതിയാണ്. അതോടൊപ്പം വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. അപ്പോൾ ഒരു തിന്മ നിറഞ്ഞൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ എല്ലായ്പ്പോഴും ഒരു ആൾട്ടർ ക്രൈസ്റ്റാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. പുരോഹിതനായിരിക്കുന്ന ഇടത്തിലുള്ള വിശ്വാസ സമൂഹം അവരും അനുദിനം ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് അനുദിനം വളരണം. ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഇതാണ് ദൈവവിളി എന്നത് പുരോഹിതനിൽ മാത്രം നിക്ഷിപ്തമല്ല. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കൊലോസ്യ സഭയിലുള്ള വിശുദ്ധന്മാർ മറ്റൊരു സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം ചെയ്യുന്നു എന്നതാണ്. അതായത് ഒരു പുരോഹിത കേന്ദ്രിതമായിട്ട് മാത്രമല്ല, മറിച്ച് പുരോഹിതനും സഭയിലുള്ള എല്ലാ വിശ്വാസ സമൂഹവും ഒരുമിച്ച് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നതാണ് എനിക്ക് അതുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. സെക്കുലർ എഡ്യൂക്കേഷനും വൈദിക വിദ്യാഭ്യാസവും രണ്ടും തമ്മിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതൊന്നല്ല. കാരണം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സഭയിൽ ധാരാളം
വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷാ പരിജ്ഞാനവും അതോടൊപ്പം അവരോടൊപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഏറ്റവും ആവശ്യമാണ്. അതിലുപരി വൈദിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ദൈവവിളിയുണ്ട്, നിയോഗമുണ്ട്. അത് നാം കുറച്ചുകൂടെ ബോധ്യപ്പെടുവാനും വചനം വ്യാഖ്യാനിക്കുന്നതിലേക്ക് വേണ്ടി കാലാനുസൃതമായി വചനം വ്യാഖ്യാനിക്കുവാനും ക്രിസ്തുവിനെ വിശ്വാസ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിനും വൈദിക വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതിന് സെക്കുലർ വിദ്യാഭ്യാസവും ആവശ്യമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അതോടൊപ്പം സമൂഹത്തിന് ദൈവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വൈദിക പഠനവും ആവശ്യമാണ്. വൈദിക പഠനത്തിലൂടെ നമുക്കൊരു ഫോർമേഷനാണ് സംഭവിക്കുന്നത്, ഒരു രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. ഈ ഒരു രൂപാന്തരീകരണത്തിൻ്റെ ശക്തിയോടുകൂടെ മാത്രമേ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സഭയിൽ ധന്യമായ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വിശ്വാസ ജീവിതം ഇന്ന് വല്ലാതെ വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സഭയിൽ വരുന്ന ജനങ്ങൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരാണ്. വിദ്യാഭ്യാസത്തിൽ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്. അതോടൊപ്പം വല്ലാതെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ വളരുന്നവരുണ്ട്. അപ്പോൾ സഭയുമായുള്ള ബന്ധത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയുക എന്നത് ഏറ്റവും പ്രധാനം എന്നത് പ്രാർത്ഥനയാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ എന്ന്. കാരണം ഒത്തിരി സംഘർഷങ്ങൾ നിറഞ്ഞൊരു ലോകമാണ്. ഈ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ദൈവാശ്രയമാണ് മനുഷ്യന് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന സൗഖ്യം, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം, അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഇരുളിൻ്റെ അനുഭവങ്ങൾ, ഇവിടെയൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് അവരെ നടത്തുന്നു. നമുക്കറിയാം, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക്, അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക്, സാക്ഷ്യത്തിൽ നിന്ന് ആരാധനയിലേക്ക്. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരിടം, അത് ഒരുപക്ഷെ പാലിയേറ്റീവ് കെയറിൻ്റെ മേഖലയാകാം, ഹോസ്പിറ്റൽ മേഖലയാകാം, ഓൾഡ് ഏജ് ഹോമാകാം, സഭയാകാം. അവിടെയൊക്കെ അവരുടെ വിശ്വാസത്തെ സമ്പുഷ്ടീകരിക്കുന്നതിലേക്ക് വേണ്ടി എത്രത്തോളം ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ സാധിച്ചു, അത്രത്തോളം അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും അവർ ക്രിസ്തുവിൽ ഒന്നായി തീരുകയും പ്രതിസന്ധികളെ അവരതിജീവിച്ച് സന്തോഷമായിട്ട് പ്രത്യാശയുള്ളവരായി മുന്നോട്ട് പോകുന്നു എന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയുന്നു എന്നതുകൊണ്ട് ഈ ഒരു വൈദികനായിരിക്കുന്നു എന്നതിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷമൊക്കെ ഞാൻ അനുഭവിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുപക്ഷെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു, അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ ആത്മഹത്യാ പ്രവണതയോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അരികിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ ക്രിസ്തുവിലേക്ക് വരികയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നു. അതൊരു സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരു പൂർണ്ണമായ ബോധ്യം, ദൈവം ഒരു 25,000 ദിവസമാണ് ഈ ഭൂമിയിൽ ആയുസ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവം കുറച്ചുകൂടെ ഒക്കെ നേരത്തെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നിരുന്നു എങ്കിൽ, ആ ഒരു ദൈവിക വെളിച്ചം ലഭിച്ചിരുന്നു എങ്കിൽ
കുറേ കൂടെ ആൾക്കാരെ ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ആദായപ്പെടുത്തുവാൻ കഴിയും, നേടുവാൻ കഴിയുമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഉറങ്ങുന്നതൊക്കെ വളരെ കുറച്ച് സമയമാണ്. ഒരു 5 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങാനായിട്ട് കിട്ടുന്നത്. അല്ലാതെയുള്ള സമയങ്ങളിൽ മുഴുവനും സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥന, വചനം പഠിപ്പിക്കൽ, ക്രിസ്തുവിലുള്ള ബന്ധം അനുദിനം സുദൃഢമാക്കി തീർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും എൻ്റെ മനസ്സിലുള്ള തീവ്രമായ ഒരു ആഗ്രഹം. കാരണം ഏൽപ്പിക്കുന്ന സഭ, ആ സഭയിൽ ഒരുപക്ഷെ 3-5 വർഷം ശുശ്രൂഷ നിർവഹിച്ച് പടിയിറങ്ങി പോകുമ്പോൾ ആ വ്യക്തികൾ യേശുവിനെ പിന്തുടരുന്നവരായി തീരണം, പ്രാർത്ഥിക്കുന്നവരായി തീരണം, സ്വഭാവശുദ്ധിയുള്ളവരായി തീരണം, വിശുദ്ധിയുള്ളവരായി തീരണം. ആ ഒരു മാതൃക പകർന്നു കൊടുക്കുവാൻ കഴിയുക എന്നതാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്നത്.